Suspense. ഹലോ, എന്തുവാടേ? സ്വന്തം അളിയല്ലേ ഇപ്പോൾ താമസിക്കുന്നത്? ഒന്ന് മുഖത്തോട് മുഖം നോക്കാനോ ഒന്ന് കുശലം പറയാനോ നേരമില്ലേ? ഇല്ലളിയാ, സമയമല്ല ഒന്നാമത്. പിന്നെ ഈ കുശലം എന്ന് പറയുന്ന സാധനം പറഞ്ഞു തുടങ്ങി അവസാനം ചെന്ന് നിൽക്കണത് യുദ്ധത്തിലായിരിക്കും. അതിനുള്ള യുദ്ധം ചെയ്യാനുള്ള സമയം ഇപ്പൊ ഇല്ല. എന്തുവാടേ തിരക്കടേ അല്ലേ? എടേ, എന്തെന്ന് പറഞ്ഞാ പിള്ളേരെ വളർത്തണ്ടേ? വീട്ടിൽ ഇരുന്നാ പറ്റുമോ? നിങ്ങളെ പോലെ മാസം മാസം തരാൻ സർക്കാരില്ലല്ലോ നമുക്ക്. നമ്മൾ എന്നെ അധ്വാനിക്കണം. ഓഫീസ് വാടക, സ്റ്റാഫിന്റെ ശമ്പളം. ഇത് ആരുടെ ഈ പറയുന്നത്? എന്റെ അളിയൻ തന്നെ. ഡേയ്, കുടുംബത്തെ കുറിച്ചും ഭാവിയെ കുറിച്ചൊക്കെ വളരെ ചിന്തിച്ച് സംസാരിക്കുന്നല്ലോ. അങ്ങനെ എന്നും ഇപ്പൊ പഴയ പോലെ കളിച്ച് നടക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് മാസം ഒപ്പിടാതെ അക്കൗണ്ടിൽ വരും. അങ്ങനെയാണ് നിങ്ങളുടെ ഇടപാട്. നമുക്കതില്ല, ഇറങ്ങി ഇങ്ങനെ ആൾക്കാരെ മുമ്പ് ഇറക്കണം. പിന്നെ അത് വേറെ സുഖമാണ് കേട്ടാ. ഇന്നെന്ത് കേസന്വേഷണവും പരിപാടിയൊന്നും ഇല്ലേ? ഉണ്ട്, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു യാത്രയുണ്ട്. ഓക്കെ. അടേ, പിന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നിങ്ങളുടെ ഈ അന്വേഷണം വഴിമുട്ടി വേറൊരു വഴി ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ വി ഹെൽപ്പുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ കയ്യിൽ CID മാരുണ്ട്, നല്ല പിള്ളേർ. എടേ, കേരള പോലീസ് അത്രയ്ക്ക് വേണ്ടി അങ്ങ് അതപ്പതിച്ചിട്ടൊന്നും ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇത്ര ഏജൻസി ഈ ഐഡിയ ഒക്കെ നല്ലതാണ്. പക്ഷെ അംഗീകൃതമല്ലാത്തതാണെങ്കിൽ പൂട്ടി അകത്തിട്ടിട്ട് നടപടി എടുക്കേണ്ട ഗതികേട് എനിക്ക് വരുത്തരുത്. എന്റെ നാശം കാണണമെന്നുള്ളതാണല്ലോ നിന്റെ മനസ്സിൽ ഏക ലക്ഷ്യം. അല്ല, ഒരാൾ നശിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അളിയാ? അളിയാ, എടാ, രണ്ട് മറുപടി പറഞ്ഞിട്ട് പോടാ. ഞാൻ പറഞ്ഞതേ, അതെ, മറുപടി പറയണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്തെന്നറിയാമോ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് പറഞ്ഞ അവസാനം അടിയിൽ കലാശിക്കും. വെറുതെ എന്തിനാണ് സ്വസ്ഥത അവരുടെ കെടുത്തണത്? നീ ഒരു കാര്യം ചെയ്യ്, നീ ഡേറ്റ് ഒക്കെ കുറിച്ച് സമയമൊക്കെ പ്ലാൻ ചെയ്ത് പോയി. ഞാൻ അതിന് തയ്യാറായിട്ട് ഒരു ദിവസം നമുക്ക് ഇരിക്കാം. അല്ല, ഇതിന്റെ മറുപടി നാക്ക് നന്നായിട്ട് ചൊറിയുന്നുണ്ടല്ലേ? താഴെ നല്ലൊരു മുള്ളുമുരുക്ക് നിപ്പുണ്ട്. അതൊക്കെ ഈ നാക്ക് കൊണ്ട് അതിൽ ചെന്നിട്ട് ഇങ്ങനെ ഉരക്കി, നല്ലതായിരിക്കും. ചൊറിച്ചിൽ മാറും. ഞാൻ കുറെ നേരമല്ലോ എന്നോട് പിടിച്ചിരുത്തി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ്. നീ എപ്പോഴും എന്നോട് പറയൂലേ, നേതാവ് എന്തെങ്കിലും ജോലി എന്നെ ഏൽപ്പിക്കണോന്ന്. ഞാൻ നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. വിളിച്ചിട്ട് അവളെന്തെങ്കിലും ജോലി പറയുകയാണെങ്കിലോ? എന്റെ നടരാജ, അങ്ങനെ എല്ലാ കാര്യത്തിനും ഭാര്യയെ താങ്ങാൻ നിൽക്കല്ലേ. ഇല്ലെങ്കിൽ അവൾ എനിക്കിട്ട് താങ്ങും. നീ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഉഷാറാവും. ഞാനേ നിന്നെ ഒരു CID പണി ഏൽപ്പിക്കാൻ പോവുകയാണ്. നീ ചെയ്യോ? അതെന്തൊരു ചോദ്യം, ചെയ്യുമോന്നോ? ഞാൻ റെഡി. CID നസീർ കണ്ടുകൊണ്ടൊരു ആഗ്രഹമാണ് എനിക്ക് CID ആവണമെന്ന്. കോട്ട് സൂട്ടൊക്കെ തരുമോ? എടേ, അതൊക്കെ സിനിമയില്. ഇത് ജീവിതമാണ്. നീ ഇതിപ്പോ അങ്ങനെയൊന്നും വേണ്ട. നീ ഈ ഡ്രസ്സൊക്കെ മതി. പിന്നെ ഞാൻ പറയണ ഒരാളിനെ നീ ഒന്ന് ഫോളോ ചെയ്യണം. ആ ആൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരെല്ലാം കാണുന്നു, ആരെയൊക്കെ വിളിക്കുന്നു എന്നുള്ള എല്ലാ വിവരവും അപ്പ എനിക്ക് തരണം. അതെന്താ? ആരൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്? എൻ്റെ ബി ഹെൽപ്പിലെ സ്റ്റാഫ് ശർമ്മളയില്ലേ, അവളെ. അതെന്തിന് എന്നൊന്നും നീ അറിയേണ്ട കാര്യമില്ല. ഞാൻ പറയണ കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? ശർമ്മള എവിടെ പോകുന്നു, ആരെല്ലാം കാണുന്നു, ആരൊക്കെ ആയിട്ട് സംസാരിക്കുന്നു, ഫോൺ വിളിക്കുന്നു, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിൽ വന്ന്, ഓഫീസിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ പോണ വരെയുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് തരണം. അതാണ് നിന്റെ CID പണി. പറ്റുമോ ഇല്ലേ? ഓക്കെ, CID റെഡി. ഹലോ. സാറേ, രണ്ടുപേരെയോ? നമ്മളെ വഴയിലത്തെ പമ്പിലില്ലേ? തരാം രണ്ടുപേരെ നാളത്തേക്ക് വിടാം. പിന്നെന്താ? സാർ, 8 മണിക്കല്ലേ? വിടാം. ശരി സാർ. ഓക്കെ. താങ്ക് യു. ശർമ്മളെ, പിന്നെ നമ്മുടെ ആ വഴയിലുള്ള പെട്രോൾ പമ്പിലേക്ക് 2 സ്റ്റാഫുകളെ വേണം. അപ്പോൾ അതിൽ നോക്കിയിട്ട് സീനിയോറിറ്റിക്ക് നമ്മളിപ്പോൾ ഇതിൽ നിലവിൽ നമുക്ക് കൊടുക്കാൻ പറഞ്ഞ 2 പേരെ, അവർ 2 ആളെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യും, മെസ്സേജ് ഇടും.
എത്രയും പെട്ടെന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ പറയും. എന്നിട്ട് നാളെ 8 മണിക്ക് അവിടെ പോകണം. അവിടെ പോയി അവരെ മുതലാളിയെ കാണണം. കേട്ടോ? ആ സാറേ. ഓ, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്ര നേരം പറഞ്ഞ ശർമ്മള കേട്ടില്ലേ? പെട്രോൾ പമ്പ് വഴയില, 2 പണിക്കാരെ ആവശ്യമുണ്ട്. കേട്ടില്ലേ അത്? അതല്ല, പിന്നെ ഹാഫ് ഡേ ലീവ് ചോദിച്ചിട്ടില്ലേ, അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇത് പണ്ടാരാണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. ശർമ്മളയുടെ രീതി ഇപ്പം അതാണ്. എന്നും ലീവ്, ഹാഫ് ഡേ ലീവ്, ഫുൾ ഡേ ലീവ്, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം. ഈ ലോകത്ത് വേറെ ആർക്കും പ്രശ്നമല്ലേ ശർമ്മളെ? അല്ല സാറേ, ലീവ് എടുത്തിട്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് സുഖിച്ചിരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, അമ്മൂമ്മൻ്റെ ലാബ് റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് പൂട്ടിയിട്ട് അവിടെ പോകാന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് അവർ പൂട്ടി പോയിട്ടുണ്ടാവും. ഈ വി ഹെൽപ്പ് എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ തുടങ്ങിയത് പൊതുജനങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ്. പക്ഷെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ശർമ്മളയാണ്. ശർമ്മളയുടെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ വേണ്ടി ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശർമ്മളെ. ഞാൻ എന്ത് ചെയ്യാനാ സാറേ? കാല് വയ്യാണ്ട് കിടക്കുന്ന അപ്പൂപ്പൻ, നടുവൊട്ടി കിടക്കുന്ന അമ്മൂമ്മ, പിന്നെ പറക്കം മുറ്റാത്ത കോഴിക്കുഞ്ഞുങ്ങൾ, പ്രസവിച്ച് കിടക്കുന്ന പൂച്ചകൾ, ഇവർക്കെല്ലാം ഞാൻ മാത്രമല്ലേ ഇല്ലൂ. അതെ, ഇനി ആവർത്തിക്കരുത്. ഇത് ലാസ്റ്റാണ് ശർമ്മളെ, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി എന്നോട് ലീവ് എന്നൊരു അക്ഷരം മിണ്ടരുത്. ഇല്ല കേട്ടല്ല? ഇല്ല. ആ ഹെൽപ്പൊക്കെ എങ്ങനെ പോകുന്നു? ഓ, ഹെൽപ്പിന്റെ കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. അല്ല, ജോണിന്റെ മറ്റേ ഇലക്ട്രിക്കൽ കട മതിയാക്കി അല്ലേ? നല്ല രീതിയിൽ കച്ചവടം നടന്നു. നല്ല ചെയ്തോണ്ടിരുന്നതാണ്. എനിക്ക് നല്ലൊരു ആളുണ്ടായിരുന്നു, പുള്ളി ഗൾഫിൽ പോയി. അതിനുശേഷം ഒരു ലേഡി സ്റ്റാഫിനെ വെച്ചു. അത് കുറച്ച് സെയിൽസിനും ബില്ലിങ്ങിനും ആയിട്ട് വെച്ചിരുന്നു. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഞാനത് ഉച്ച സമയത്തിൽ കുറച്ച് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് 4 മണിക്ക് ശേഷമാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഗ്യാപ്പിലുള്ള സമയത്തിൽ കിട്ടുന്ന പൈസകളെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നു. ശരി, ഞാനതിൽ നോക്കണം നല്ല രീതി. എന്നിട്ട് പരാതി ഒന്നും കൊടുക്കില്ലേ? കേസ് കൊടുക്കാനാ ഞാനതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പേരിൽ കൊണ്ട് ഞാൻ ശ്രമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കും. മാനവും മര്യാദ എല്ലാം പോയി. അച്ഛന് വയ്യ, അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ലീവ് എടുത്തിട്ട് പോണത്, എവിടെയൊക്കെ ഇറങ്ങാൻ പോണം, ഇങ്ങനെ. ശരി, ഇപ്പം അതൊക്കെ പിന്നെ എൻ്റെ മക്കൾ പറഞ്ഞ് ഇതിന് മതിയാക്കാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പം വീട്ടിലിരിപ്പാണ്. നല്ലതൊരു കണക്കിന് ഈ പറഞ്ഞില്ലേ, ഇന്നത്തെ കാലമാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. ഇങ്ങനെ വല്ലവരും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അപ്പോൾ വീട്ടിലാണ്. അതുകൊണ്ട് ക്ലിറ്റസ് ഇപ്പം ഒരു പെണ്ണുങ്ങളെയും ഇങ്ങനെ വിശ്വസിച്ചതൊന്നും ഏൽപ്പിക്കാൻ പറ്റില്ല. അല്ലാതെ ശരിയാ, ആരെയും നമുക്ക് കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. പിന്നെ ജോണിപ്പം വന്നത് അയ്യോ, അത് പറയാൻ വിട്ടുപോയി. എനിക്ക് ഒരു 10 മൂട് തെങ്ങുണ്ട്. ആ തെങ്ങിന് അപ്പൊ ഇവിടെ വീഹൽപ്പിൽ വന്ന ഇതിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ ബുക്കിംഗ് കിടക്കണ അതാണ്. ആളെ കിട്ടാനില്ല. പക്ഷെ ഞങ്ങളതിൽ സ്റ്റാഫ് ഉണ്ട് കേട്ടാ, നല്ല മിടുക്കരായ ആൾക്കാരുണ്ട്. അപ്പൊ 10 മൂട് തെങ്ങ് അല്ലേ? അതെ. ഒരു കാര്യം ശർമ്മള, അതിനകത്ത് ആ ലിജു പ്രഭാകർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിഗ്രിക്കാരനുണ്ട്. ഉണ്ട്, അവനെ വിളിക്കണം. അവനെ മതി. നല്ല ഇച്ചിരി ഡിഗ്രിയൊക്കെ ഉള്ള പയ്യനാ. പക്ഷെ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ തെങ്ങോട്ടൊക്കെ ആയിട്ട് നടക്കുക. നല്ല മിടുക്കനാ, നല്ല നീറ്റായിട്ടെല്ലാം ചെയ്ത്. അപ്പൊ അവൻ വരും. ഇതില് വേണ്ടായി, ഇത് എന്റെ നമ്പറാണ്. ഇതിലോട്ട് പൈസ ഗൂഗിൾ പേ ഇട്ടിരുന്നാൽ മതി കേട്ടാ. എന്താവശ്യം ഉണ്ടെങ്കിലും മറക്കണ്ട. ഇല്ല, വരാം. ശരി. ശരി, ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്ത് കച്ചവടം ഉണ്ടായിരുന്ന കടയാണ്. തിരുമലയിലെ ഏറ്റവും നല്ല ബിസിനസ്സുള്ള ഇലക്ട്രിക്കൽ കടയായിരുന്നു. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റില്ല. പെണ്ണൊരുമ്പട്ടാളെന്ന് പറയണത് ഇത്രയും കൃത്യമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതെനിക്കറിയില്ല സാറേ. പക്ഷെ നമ്മളറിയാതെ നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. ശർമ്മള എപ്പോഴാ പോണ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് കൂട്ടിയിട്ട് പോണം കേട്ടോ. ഇങ്ങനെ മനുഷ്യൻ ഇന്നത്തെ കാലത്ത് ആരെ വിശ്വസിച്ച് ജീവിക്കും? ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണേ. അവരെ വിളിക്കുക കേട്ടാ. വിളിക്കാം. ഇരുന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കാതെ. വിശ്വാസം അതല്ലേ എല്ലാം.
ആ ഞങ്ങളെ ശർമ്മള ഇപ്പൊ ലാബിൽ നിന്ന് റിപ്പോർട്ട് വായിട്ടതാ പോകുന്നു. ആ ചെരുപ്പൊന്ന് കംപ്ലൈന്റ് ആണ്, ചെരുപ്പായിരിക്കുന്നു. ആ ഇപ്പൊ ചെരുപ്പിട്ടു. ആ ഓ എൻ്റെ നടരാജ, ഇങ്ങനെ ക്രിക്കറ്റ് കമൻട്രി പറയും പോലെ ഇങ്ങനെ അത് ചെയ്ത് ചെയ്ത് പറയണ്ട, അത് വേണ്ട നമുക്ക്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്ക്. ഏതെങ്കിലും ആൾക്കാരുമായിട്ട് കാണുകയോ സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയും, അത് നോക്ക്, അത് നോട്ട് ചെയ്തിട്ട് പറയും. ആ ഓ ഓ ശരി, വെച്ചേക്ക്. അച്ചമ്പിയെ ഹലോ, ഞാൻ വർക്ക്ഷോപ്പില് ഇപ്പൊ വരും. ബിരിയാണിയാ? എന്റെ പൈസ ഇല്ല അച്ചമ്പി, ഇടാവുന്നോ? ഓ ഞാൻ ഇപ്പൊ ഇറങ്ങി കൊടുത്തു. ആ മേടിച്ചോണ്ട് വരാം. എനിക്ക് പൈസ ഇപ്പൊ കേട്ടോ. ശരി. എടാ ബിജുവേ, ഇതൊന്ന് നോക്കി വെച്ചാരാ, ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. രണ്ട് ചിക്കൻ ബിരിയാണി പാഴ്സൽ. ഇതെന്ത് രണ്ടുപേരുടെ കൂടെ? ഞാന് ലാബിൽ പോയിട്ട് വരുന്ന വഴിക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് കേട്ടാ. അന്നേരം ഇവിടെ ഉണ്ട് ആടന്തിക്ക് ഇങ്ങനെ പരിങ്ങി കളിക്കുന്നു. ഞാൻ പറഞ്ഞു ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് കൊണ്ട് കയറ്റിയതാ. നിങ്ങളവിടെ പോയി? ഞാൻ ചായ കുടിക്കാൻ വന്നാ. അപ്പോൾ ശർമ്മള ചായ കുടിക്കാൻ വെച്ചു. അപ്പൊ ഒരുമിച്ചൊക്കെ ചായ കുടിക്കാൻ വിചാരിച്ചു. ചായ വിടട്ടെ? ഇല്ല വേണ്ട, ഞാൻ ഇപ്പൊ വർഷം ഇരുന്ന നാരികളും കുടിച്ചോളൂ. അച്ഛൻ വിളിച്ചു പറഞ്ഞ രണ്ട് ബിരിയാണി പാഴ്സൽ മേടിക്കാനായിട്ട് വന്നേ. ചായം കടി മാത്രമേ ഉള്ളൂ. മതിപ്പാ. ഇവിടെ നല്ല സൂപ്പർ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി. ആണോ? ആ ഇനിയിപ്പോ ഒരു ദിവസം വന്നിട്ട് കഴിക്കാം. മുത്തലക്ഷി നമ്പർ ബ്ലോക്ക് ചെയ്തൊക്കെ മാറിയാ? അതൊക്കെ മാറി. ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു, അതോടെ എന്റെ ബ്ലോക്ക് മാറ്റിയാണ്. അതൊക്കെ വർഷം ബ്ലോക്ക് പിടിക്കേണ്ടി വരും. എന്നാ ശരി, ഇറക്കട്ടെ. അല്ല ഇങ്ങനെ എങ്ങനെ ശരിയാവുക? ഡാഡി, ബിരിയാണി എപ്പോ വരും? ബിരിയാണി വരൂടെ? പറഞ്ഞ പോലെ എത്ര നേരമായി ബിരിയാണി മേടിക്കാൻ പോയിട്ട്. ബിരിയാണി ഇവിടെ വാങ്ങാൻ പോയ ആളാരാണെന്ന് അറിയാല്ല. അവൻ എവിടെയോ നിന്നതാണ്. അപ്പോഴാണ് ഞാൻ വിളിച്ച് ബിരിയാണി വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞത്. അവൻ ഈ ആ കടയിൽ പോയി അത് വാങ്ങിച്ച് കൊണ്ടുവരണം. അതിന് സമയം എടുക്കും. വരും. ഓ കൊറേ നേരമായിട്ട് പറയണല്ലോ ഇപ്പൊ വരും ബിരിയാണി, ഇപ്പൊ വരും ബിരിയാണി. ഇവിടെ അത് അവൻ കൊണ്ടുവരും. സമയമാകുമ്പോ കൊണ്ടുവരും. ബിരിയാണി അടുത്ത ആള്. ഇതുങ്ങളൊക്കെ പട്ടിണി കിടക്കുന്ന കൂട്ടത്തിലാണ്. വന്നില്ലേ? ബിരിയാണി വന്നോണ്ടിരിക്കണുണ്ട്, വരും. നിങ്ങൾ സമാധാനമായിട്ട് നിൽക്ക്, കിടന്ന് ബഹളം വയ്ക്കാതെ. ഞാനായിരുന്നു ഇപ്പൊ കടയിൽ പോയിരുന്നെങ്കിൽ കൊണ്ടുവന്ന് കഴിച്ച് ദഹിക്കാനുള്ള സമയം കഴിഞ്ഞു. ആ ഇത് വാങ്ങിക്കാൻ ഏർപ്പാടാക്കി എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഒരു കാര്യമില്ല. അവനെ ഏതെങ്കിലും അടുക്കളയിൽ കയറി അത് ഉണ്ടാക്കണേ നോക്കി നിൽപ്പുണ്ടാവും. ഒന്ന് വിളിച്ചു നോക്ക്. ഇനിയിപ്പം ഞാൻ വിളിക്കുന്നില്ല, അവൻ വരും. നിങ്ങൾ ശകലം ഒന്ന് സമാധാനമായിട്ട് നിൽക്ക്. തൽക്കാലം ഒരു കഴിച്ചിട്ട് വെള്ളം കുടിക്ക് പോയി. അപ്പം ഒന്ന് വിശപ്പ് മാറും. ഈ വീട്ടിൽ വേറെ ആർക്കും വിശപ്പില്ലേ? ഓ, ഞാൻ ഈ കണക്കൊന്ന് പൊന്നുമോളെ വരുവടി, ഇച്ചിരി നേരം നീ നിക്കവിടെ. നീ കണക്കൊന്ന് സ്വസ്ഥമായിട്ട് നോക്കാൻ ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി കുഞ്ഞുങ്ങൾക്കുള്ള ബിരിയാണി കൊടുക്കും. വന്ന് സമാധാനം. അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ്. നീ എന്താണ് അവിടെ പോയി ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് സാധനം എടുത്തോളൂ? അന്നേരം വർത്താനം. ചെമ്പ് പൊട്ടിക്കുക ബിരിയാണി എങ്ങനെ എടുക്കും? കണ്ടോ, അപ്പൊ അടുക്കള കയറി. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അടുക്കളേ? ഏതടുക്കള? ബിരിയാണി വന്നു, കഥകൾ പിന്നെ. ബാ 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 ബാ. അല്ല, ഏത് കഥ? എടേ, ഈ ബിരിയാണിയുടെ ഇതിലൊരു കഥയുണ്ട്. എന്ത് കഥ? ഈ ബിരിയാണി ഞാൻ പറഞ്ഞിട്ടാണല്ലോ നീ വാങ്ങിച്ചോണ്ട് തന്നെ. വന്നത്. ഇവിടത്തേക്കാണല്ലോ വാങ്ങിച്ചോണ്ട് വന്നത്. തന്നെ. ഞാൻ പൈസ തന്നിട്ടാണല്ലോ വാങ്ങിച്ചോണ്ട് വന്നത്. തന്നെ. നീ ആണല്ലോ അത് വാങ്ങിച്ചോണ്ട് വന്നത്. തന്നെ. ഇവിടുത്തെ മക്കളാണല്ലോ അത് തിന്നുന്നത്. തന്നെ. ഇല്ലേ? ഇത്രേ ഉള്ളൂ കഥ. അല്ല, തങ്കച്ചേട്ടത്തെ അടുക്കളയുടെ കാര്യം പറഞ്ഞാൽ അതെനിക്ക് കിട്ടിയില്ല. എടാ, ഞാൻ എപ്പോഴും എവിടെയാ ജോലി ചെയ്യുന്നത്? അടുക്കളയില്. അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ആ അടുക്കളയിൽ ഞാൻ ജോലി ചെയ്യുന്ന കാര്യം പറഞ്ഞതാ അമ്മേ. അപ്പൊ അത് എന്നോട് പറയേണ്ട കാര്യം. അത് പോട്ടെ. ഇന്നെന്താ ഓഫീസ് തുറന്നില്ലേ? പിന്നെ ഓഫീസ് തുറക്കാതെ എന്നാ ശർമ്മള ചേച്ചിയും നടരാനോടെ ഞാൻ കയറി ഹോട്ടലിരുന്ന് കാപ്പി പിടിക്കുന്നു. ശർമ്മള ചേച്ചി നടരാനോടെ ഞാൻ ഇപ്പൊ ബിരിയാണി പിടിക്കാൻ കയറിയില്ലേ, അവിടുത്തെ കാപ്പി പിടിക്കുന്നു. എപ്പോ? ഇപ്പൊ കണ്ടിട്ടില്ല വന്ന്. കൂടെ വേറെ ആരെങ്കിലും ഉണ്ട്? കുറെ പേരുണ്ട്. അവരൊക്കെ എങ്ങനെയാണോ പെണ്ണ? 2-3 ലേഡീസ് അവള് സപ്ലയർമാര്. പിന്നെ ബില്ലിങ്ങിൽ ഒരാളിരിപ്പുണ്ട്. പിന്നെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് അവരോടെ പോയി. ശർമ്മളയും നടരാജന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന്? ആരുമില്ല, അവർ രണ്ടുകൂടെ എന്തോ കാര്യമായ ചർച്ചകളൊക്കെ നടന്നിട്ട്. അവരുണ്ടല്ലോ.
ബിരിയാണി ഇച്ചിരി എനിക്കോടെ വെച്ചേക്കണേ. പിള്ളേരോടൊന്ന് പറയണം. ദേ വാ വാ. ആ താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് എന്ത് പുല്ല് വന്ന് കണ്ണി വീണേക്കുന്നു, കാണാനും വയ്യില്ല. ഏയ് ടാ. കണ്ണി കരട്, ഏ? കണ്ണി കരട് പോയി. ഈ കരട് തന്നെ പണിയൊന്നുമില്ലേ? 2 വണ്ടി ഉണ്ടായിരുന്നു, അത് തീർത്തു കൊടുത്തു. പിന്നെ അണിഞ്ഞു പോന്നു. നാളെ പണിയുണ്ടോ? നാളെ എന്തായാലും വരുവാന്നേ ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞു. നാളെ നീ പണിക്ക് പോണ്ട. പോണ്ടേ? അല്ല പോരുന്ന അങ്ങനെ എനിക്ക് ചെലവിനൊക്കെ പൈസ വേണ്ടേ, അതും അച്ഛൻ വരൂ. തരാം. കർത്താവേ, ഇത് നാളെ നീ പണിക്ക് പോണ്ട. നിന്നെ നാളെ ഞാനൊരു പണി ഏൽപ്പിക്കും. ആ പണി നീ ചെയ്യണം. എന്ത് പണി? CID പണി. സേടി പണിയാ? എന്തോ അടി കൊള്ളാനുള്ള കോളൊപ്പിച്ചോണ്ട് വന്നിട്ട്. ഒരടിയും പിടിയൊന്നുമില്ല. നീ വേറെ വലിയ ബഹളമൊന്നും ചെയ്യണ്ട. ഞാൻ പറയുന്ന 2 പേര് നീ ഒന്ന് ഫോളോ ചെയ്യണം. അവരെ പുറകെ പോകണം. അവരെവിടേക്കാണ് പോണത്, ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് വിവരം സമയാസമയം എനിക്ക് തരണം. ഒന്ന് ശർമിള. ശർമ്മള ചേച്ചി നമ്മുടെ ഓഫീസിൽ ശർമ്മള. പിന്നെന്ന് നടരാജൻ. നടരാജനും ശർമ്മള ചേച്ചി. അല്ല അവര് ഒരുപാട് കൂടുതൽ കാട് കയറി വെടിവെക്കണ്ട. അവരെവിടെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്നുള്ള വിവരങ്ങൾ എനിക്ക് കൃത്യമായിട്ട് തരണം. അതിനുള്ള പ്രതിഫലം നിനക്ക് ഞാൻ തരും. പിന്നെ ഈ വിവരം തൽക്കാലം നമ്മൾ 2 പേരും അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. അവരറിയുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല, നിനക്ക് പറ്റൂലെങ്കിൽ ഇപ്പൊ സെറ്റ് സെറ്റ്. മച്ചമ്പിയുടെ ഊഹം ശരിയാണ്. ഞാൻ ശർമ്മള ചേച്ചിയെ വീടിൻ്റെ അവിടെ നിന്ന് ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ നഗറിലെത്തി. അവിടെ ദേ നടരാണ് കാത്തിരിക്കുന്നു. 2 പേരോട് എന്തോ കുനുകുനാ പറഞ്ഞിട്ട് നടന്നു പോയിട്ടുണ്ട്. ഫോളോ ചെയ്യാനോ? ഓക്കെ ബസ്. പച്ചപ്പി, ഞാൻ അവരുടെ പിന്നാലെ നല്ലുണ്ട്. അവർ ഇന്നലെ കയറിയ റെസ്റ്റോറൻറ്റിലൊക്കെ 2 പേരോട് ഇന്നൂടെ കയറി. ആ നടരാജനും ശർമ്മള ചേച്ചി. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഒന്നുമില്ല. ഒരു 10-300 എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടും. ഞാനും കൂടെ അകത്ത് കയറി അകത്ത് എന്താ പരിപാടിയെന്ന് അറിയാമല്ലോ. കയറണ്ടേ? പുറത്തുനിന്നാ മതിയോ? എന്നാ ശരി. റൊണാൾഡേ, ഹലോ, എവിടെ? എന്തേ മുരളിയണ്ണ എവിടെ? വാ. എത്ര നാളെ കണ്ടിട്ട്? പഴയതുപോലെ കമ്പളത്തിൽ കാണാനല്ലോ. എടേ പറയാൻ ഞാൻ ഇപ്പോഴും കമ്പോളത്തിൽ വരാത്തത്, മോനും മരുമോളും കുഞ്ഞും കൂടെ വീട്ടിൽ വന്നു. മരുമോള് ജോലിക്ക് പോകുമ്പോ കുഞ്ഞിനെ നോക്കാൻ ആളില്ല. ഓ അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യ്, കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ടേ നമ്മുടെ ക്ലീറ്റ മച്ചപ്പടെ വി ഹെൽപ്പിന്റെ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യും. അതാകുമ്പോ കൃത്യസമയത്ത് തീറ്റയും കൊടുത്ത് കുളിപ്പിച്ച് തൊട്ടിലേക്ക് എടുത്ത് പാട്ട് പാടി ഉറക്കും. ആസ നമ്മളെ കൊടുത്താ പോരെ? ഞങ്ങളില്ലേ പിള്ളേരെ നോക്കായി? ആര്? ഞാനും എന്റെ ഭാര്യയും. പിന്നെ ഭാര്യ ജോലിക്ക് പോന്ന് പറഞ്ഞു? അത് മോന്റെ ഭാര്യ, ഇത് എന്റെ ഭാര്യയാണ് കുഞ്ഞിനെ നോക്കുന്നത്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഭാര്യക്ക് വയ്യാതാകുമ്പോ നോക്കാൻ ഒരാളെ ഏർപ്പാടാക്കും. അത് ഞാനില്ലേ? ഈ അണ്ണന് വയ്യാതാകുമ്പോ നോക്കാൻ ഒരാളെ. എന്റെ ഭാര്യയില്ലേ? എന്റെ പൊന്നൊരാളുടെ ദൈവ സഹായിച്ചതാ ഇന്ന് ഒരു കുഴപ്പമില്ല പോവേണ്ട. ഇനി നീ പറഞ്ഞ് ഞങ്ങൾ അസുഖക്കാരനാക്കരുത്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ എന്തായാലും ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ ഇരിക്കല്ലേ തന്നെ 10 പൈസ ഒപ്പിക്കുള്ള ഒരു പരിപാടിയുണ്ട്. നമ്മുടെ ക്ലീറ്റോ മറ്റമ്പി ഓഫീസ് തുടങ്ങിയെടുത്ത പരിപാടിയല്ലോ, അറിയാവോ? അതായത് ഇപ്പൊ ഈ കിടപ്പ് രോഗികൾ ആരെങ്കിലും ഉണ്ട്, അവിടെ ഹോം നേഴ്സ്, അത് വയ്യാതെ വീട്ടമ്മമാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ കിടക്കണം, അവരെ നോക്കാൻ, കുഞ്ഞുങ്ങളെ നോക്കാൻ, കുളിപ്പിക്കാൻ, അതേപോലെ പിന്നെ സെക്യൂരിറ്റികള്, പമ്പിലേക്കുള്ള എല്ലാ പരിപാടിക്കുള്ള ആൾക്കാരുണ്ട്. ആർക്കെങ്കിലും കൊടുക്കണമെന്ന് അണ്ണൻ കെയർ ഓഫ് പിടിച്ചോ മാനിയ കമ്മീഷൻ മച്ചമ്പി വരും.
നേരത്തെ പറയണ്ടേടേ, ഇത് നമ്മളെ വീട്ടിന്റെ അടുത്തുനിന്നൊക്കെ ആൾക്കാർ അങ്ങനെ പോകുന്നതല്ലേ. എന്റെ മുരളി എന്നാ നിങ്ങളെ എത്ര നാളിന് ശേഷം ഞാൻ ഒന്ന് കാണുന്നത്, കണ്ടാലല്ലേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് മോനും മരുമോളും ഒക്കെ വന്നേലേ, കുഞ്ഞുമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പുറത്തൊന്നും ഇപ്പൊ ഇറങ്ങാത്തത്. അരുമൊക്കെ അവിടെ ജോലി റെയിൽവേയിലാണ്. റെയിൽവേയിലാണോ? ഓ, അപ്പൊ ട്രെയിനകത്തൊക്കെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യല്ലേ? നമുക്ക് കയറാൻ പറ്റില്ല, അത് അവർക്കല്ലേ, അവരെ കുടുംബത്തിൽ. എന്തായാലും കൊച്ചിനെ നോക്കി ഒരു വരുമാനം ഇല്ലായിരിക്കുമല്ലേ? ഇന്ന് വേണ്ട, ഇന്ന് മച്ചമ്മ കോട്ടയത്ത് പോയിക്കോ. നാളെ രാവിലെ ഓഫീസിൽ എന്നിട്ട് പറ എന്റെ കയ്യിൽ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് മച്ചമ്മയുടെ കാർഡ് നമ്പർ മേടിച്ചോണ്ടു, എന്നിട്ട് കൊടുത്തിട്ട് കമ്മീഷൻ എടുക്കാൻ നോക്ക്. എന്തായാലും ആളിനെ ഒപ്പിക്കാം. ആണോ? ശരി ശരി, ഓക്കെ ഓക്കെ. എന്നാ വിട്ടോ. അൻസാറെ, നീ ബഹളം വെക്കല്ലേ. പറഞ്ഞ ഹോം നേഴ്സിന് ആളിന്ന് എത്തും. ആ ഓ, അങ്ങനെ ഉത്തരവാദിത്തമില്ലാത്തൊരു കാര്യം അങ്ങനെ നമ്മൾ പറയുമോ? ആ, ആളവിടെ ഇന്ന് എത്തുമെന്ന് നീ പറഞ്ഞോ? ആൾ തിരിച്ചിട്ടുണ്ട്. നാഗർകോവിലിൽ നിന്നാണ് ട്രെയിൻ കയറിയിട്ടുണ്ട്. ഒരു 1.5-2 മണിക്കൂർ പറഞ്ഞോ, 1.5 മണിക്കൂറിനകത്ത് എത്തും. ആ ഓ ഓ ഓ ആ, ബാക്കി ഇവിടെ നമ്മുടെ പേയ്മെൻറ്റും കൂടി ഒന്ന് സെറ്റാക്കിത്താ. ആ ഈ ബഹളം വയ്ക്കുന്ന ശുഷ്കാന്തി അതിനൂടെ ഒന്ന് കാണിക്കുക കേട്ടോ. ആ ശരി ശരി ശരി. ഓ, ബഹളമാണ്. അല്ല സാറ് രാവിലെ കോട്ടയം പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല? ആ, പക്ഷേ അവിടെ നിന്ന് ക്ലയൻറ്റിന് എന്തോ അസൗകര്യം, അങ്ങനെ ആ മീറ്റിംഗ് മാറ്റി വെച്ചു. അതെയാ? എന്ത് സാറേ, ഈ നടരാജനില്ലേ നമ്മ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നമുക്ക് വേണ്ടിട്ടൊരു കൊട്ടേഷൻ പിടിച്ചിട്ടാ വരുന്നത്. എന്ത് കൊട്ടേഷൻ? ഞാൻ ഫോളോ ചെയ്തു പറഞ്ഞ പോലെ. അതല്ല ഞാൻ ചോദിച്ചത്, കൊട്ടേഷൻ അത് പറയൂ. എന്താ കൊട്ടേഷൻ? അത് പറഞ്ഞാലേ ഇത് പറയാൻ പറ്റൂ. നടരാജ, ഈ കൊട്ടേഷന്റെ കാര്യം പറ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ടല്ലോ. ഞാൻ പറയാം. ഇന്നലെ നമ്മ ചായ കുടിക്കാൻ വേണ്ടി പോയി. അന്നേരം ബില്ല് കൊടുക്കാൻ നേരത്ത് അവിടെ ഒരു ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവര് പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാണ്ട് നമ്മളെ വി ഹെൽപ്പിനെ കുറിച്ചിട്ട് നടരാജൻ അവരോട് പറഞ്ഞു. എന്നിട്ട് അവര് പറഞ്ഞു മുതലാളിനെ കണ്ടിട്ട് പറഞ്ഞാൽ മതിയെന്ന്. എന്നിട്ട് നമ്മള് മുതലാളിനെ കാണാൻ വേണ്ടി പോയി. എന്നിട്ട് അടുത്ത സ്റ്റേജും ചെണ്ടമേടും എല്ലാം നമുക്ക് തന്നെ കിട്ടി. നടരാജയുടെ സംഭവം കേട്ടാ. ആ മുതലാളിന്റെ നമ്പർ, ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടില്ലേ? ആ ഉണ്ട്. ഇല്ല നടരാജൻ, ഇതെന്താ എന്നെ ഇന്നലെ വിളിച്ച് പറയാത്തത്? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചു. ഓ ഓ, ഇതിനുള്ള കമ്മീഷൻ ഞാൻ നടരാജന് വേറെ തരും. കമ്മീഷൻ ഇതെല്ലാം ഞാൻ ഏൽപ്പിച്ചല്ലേ നടരാജ. ഈ കമ്മീഷൻ ആണ് ആ കമ്മീഷൻ. ഏത് കമ്മീഷൻ? അല്ല ശർമ്മള, അത് നടരാജൻ ഈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ്. കമ്മീഷന് കമ്മീഷൻ കമ്മീഷൻ ഞാൻ കൊടുക്കാതെ ഒരു നിമിഷം. ഹലോ, അവരാ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് സിനിമ തിയേറ്ററിലോട്ട്. ഞാൻ പിന്നാലെ തന്നെ ഉണ്ട്. അവരിപ്പോ അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറും. എന്റെ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് 300 രൂപ കൊണ്ടോട്ടിടും. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി അവരുടെ നീക്കങ്ങൾ എന്താണോ വെച്ചാൽ അപ്പോൾ ഞാൻ വിളിച്ചു പറയാം. ആവണ ഒരു കാര്യം ചെയ്യും, പൈസ ഞാൻ ഗൂഗിൾ പേയിൽ ഇട്ട് തരാം. CID അവരുടെ ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയക്കും. വീഡിയോ അങ്ങനെ എടുക്കും? അവരില്ലാതെ വീഡിയോ എടുക്കാൻ പറ്റൂലല്ലേ? എന്താ സാറേ? ഒരു CIDയുടെ വർക്ക്. അപ്പം വേണ്ട നമ്മളെ ലിസ്റ്റ് എടുക്കണ്ട. ഞാൻ ആ വർക്ക് വേണ്ടാന്ന് വെച്ച് ക്യാൻസൽ ചെയ്തു. എന്താ പറ്റിയത്? അല്ല, ഈ അന്വേഷിക്കാൻ പറഞ്ഞ 2 പേരും നിരപരാധികളാ. പിന്നെ എന്തിനാ CID? അതെയാ? എന്നാ വേണ്ട. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. കൺഗ്രാജുലേഷൻ. ഓ